ഹായ് ഗായ്സ്, സ്റ്റാർ ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബേസ് പണിയുന്നതാണ്. ബേസും കുറച്ച് ഫാമും. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഗതികൾ ചെയ്യാം. വില്ലേജിൽ നിന്ന് ഇച്ചിരി മാറി ഇരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് ഇച്ചിരി മാറിയിരിക്കാം, അതാണ് ഏറ്റവും നല്ലത്. ആ ഒരു ഐലൻഡിലോ, പക്ഷെ ആ ഒരു ഐലൻഡ് ഭയങ്കര ചെറുതല്ലേ, അതുകൊണ്ട് അത് വേണമെന്നില്ല. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഗായ്സ്, നമ്മളൊക്കെ സ്ഥലം എന്താണ്ടേ ഇവിടെ ചെറുതായിട്ട്. ഈ ഒരു സ്ഥലം ഒരുപാട് വലിയ ബേസ് വേണമെന്നില്ല, അതുകൊണ്ട് ഒരു ചെറിയ സ്ഥലം മതി, ചെറിയ സെറ്റപ്പ്. അത് ഇങ്ങോട്ടേക്ക് വേണം, ഇവിടെയല്ലേ ഏറ്റവും നല്ലത്. ഇതൊക്കെ ഒന്ന് ശരിയാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ നടക്കുമോയെന്ന് അറിയത്തില്ല. ഏതാണ്ട് ഈ സ്ഥലം മതി. ഒരുപാട് ഇതും കൂടെ ഒന്ന് ഇച്ചിരി ഇതാക്കട്ടെ, അല്ലാതെ കുറച്ച് മാത്രം പോരാ. അപ്പോൾ നമുക്കിവിടെയായിട്ട് അങ്ങ് പണിയാം. കുറച്ച് കോബിൾ സ്റ്റോൺ ഇരിപ്പുണ്ട്, ഇതിരിപ്പുണ്ട്. അതൊക്കെ വെച്ചിട്ട് അങ്ങ് പണിയാം ഗൈസ്, ഒക്കെ മതി.
ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രയാക്കിയിട്ടുണ്ട്. ഏതാണ്ട് ഈ ഒരു ഹൈറ്റ് പോരാ, ഒരെണ്ണം കൂടെ കയറ്റി പണിയാം. അപ്പോൾ ഗൈസ് നമ്മളെ സ്റ്റോൺ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് സ്റ്റോണും കൂടെ വെട്ടിക്കൊണ്ടുവരാം. ഗൈസ്, ഒരു പ്രശ്നം പറ്റി. എന്തെന്ന് ചോദിച്ചാൽ ഞാൻ വലിയ എല്ലാ അയണും എല്ലാം കിട്ടിപ്പോയി ഞാൻ വലിയ കാര്യത്തിൽ പോയി വലിയൊരു കേവിൽ ചെന്ന് കയറി. നോക്കിയപ്പോഴോ 3 സോംബി വില്ലേജർ, ഒരു കുട്ടി വില്ലേജറും സ്കെലിട്ടണും എല്ലാം കൂടെ വന്ന് തന്നെ അങ്ങ് കൊന്നു. അതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് കണ്ടൊക്കെ ഞാൻ കയറിപ്പോയെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഇനി ഞാൻ വേറെ വേൾഡ് തുടങ്ങുന്നില്ല. അതിന് പകരം ഞാൻ ഒന്നും കൂടെ തുടങ്ങുക. ആയും തൊട്ടൊന്നും കൂടെ. ബെഡ് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, ഇവിടെ ഉണ്ടല്ലോ. പക്ഷെ ആ ബീട്രൂട്ടും എല്ലാം പോയി. എൻ്റെ കയ്യിൽ ഇപ്പം ഇനി ആകെ ഉള്ളത് പറയാനായിട്ടൊന്നുമില്ല. ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യത്തിൽ പോയത്, പക്ഷെ അയൺ കിട്ടി അങ്ങ് പോയി അങ്ങോട്ടോ. ഒരുപാട് അയൺ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാക്കിൻ്റെ അകത്ത് അയൺ കിട്ടി. അങ്ങനെ എങ്ങാണ്ടൊക്കെ പോയി. ഇതിനി അതുണ്ടാക്കട്ടെ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ്, അതൊക്കെ തന്നെ ചെയ്യാം. ഇപ്പം എന്ത് ചെയ്യാനായിട്ടെ, ഇപ്പോൾ തന്നെ സ്റ്റോൺ അതിവിടെ ഇരുന്നോട്ടെ. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ഇപ്പം ഇനി ആകെ എനിക്കൊന്നുമില്ല. ഡയമണ്ട് പോയി, എല്ലാം പോയി. പോകണ്ടായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ എന്തായാലും കളിക്കുക തന്നെ. നിർത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഈ വേൾഡിൽ തന്നെ ഞാൻ പിന്നെയും ഇനിയിപ്പം ഇനിയിപ്പം ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ഇച്ചിരി ഫുഡ് കിട്ടുമെങ്കിൽ അങ്ങോട്ട് പോകണം. തൽക്കാലം ഇപ്പം ഇതുങ്ങളെ കല്ലിക്കൊന്ന് നടക്കാം. അടുത്ത് ഇവനെ വെട്ടട്ടെ, ഇവനീന്നൊക്കെ കിട്ടത്തുള്ളൂ. ഇനി ഈ ഫാർമറിൻ്റെ കയ്യിൽ വല്ലതും കാണുക. ഇനിയിപ്പം പ്രത്യേകിച്ച് ഇനിയിപ്പം എന്ത് ചെയ്യാനാ, നമുക്ക് ഈ ബെഡ് അങ്ങ് എടുക്കാം. ഈ വീട്ടിൽ ഞാൻ കയറിയിട്ട് ഭാഗ്യം എൻ്റെ പൊന്നോ, ഞാൻ ഓർത്ത് തീർന്നു ഈ കളിയോടെ. ഇതും കയ്യിരിക്കട്ടെ, ബെഡും ഇരിക്കട്ടെ, ആവശ്യം വരും എന്തായാലും. ചെസ്റ്റും കൂടെ എടുത്തേക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ബേസ് അതാണ്ട് നമ്മുടെ ലക്കെന്ന് പറഞ്ഞാൽ മതിയില്ല. ആയം കിട്ടി. ഇവിടെയൊക്കെ ഒന്ന് കുഴിച്ച് നോക്കണം, അല്ലെങ്കിൽ ആയെങ്ങാനും ഇവിടെ ഇങ്ങോട്ടെങ്ങാട്ടും ഉണ്ടെങ്കിലോ. ഇവിടെ ഒന്നും ഇല്ലല്ലോ. കേവ് അല്ല, പക്ഷേ ഇതേതോ വലിയ സ്ഥലത്തേക്ക് കേട്ടോ. ഇനി എന്തായാലും ഞാൻ പിച്ച് സൂക്ഷിച്ചും കണ്ടിട്ടൊക്കെ പോകുന്നുള്ളൂ. കാരണം കഴിഞ്ഞ തവണ പോലെ പറ്റിയ പോലെ വല്ലതും ആവും. വേണ്ട, നമുക്കിതും കിട്ടി. ഇപ്പം കോളങ്ങ് എടുത്തേക്കാം.
സാധാരണ കോളങ്ങ് മാല പോലെ കാണണ്ടാണല്ലോ. ഇവിടെയായിട്ട് ഞാൻ കണ്ടായിരുന്നല്ലോ അയൺ. നോക്കട്ടെ, അപ്പം നോക്കിയിട്ടൊക്കെ കയറി ചെല്ലാൻ പറ്റൂ. ഞങ്ങളുടെ പൂച്ച പോകുന്നു പോരാ. ഓ, ഇനിയിപ്പോൾ എങ്ങനെ അങ്ങോട്ട് ഇനി കിടക്കും? അയ്യോ, ആഴത്തടി കിട്ടി കാണുമല്ലോ. ഇനിയിപ്പോൾ എന്തായാലും ഇവിടം വരെ ആയി. അപ്പോൾ നമുക്ക് ഫാം ഏരിയ എന്ത് ചെയ്യും? ഫാമിൻ്റെ എവിടെയായിട്ട് നമുക്ക് കുറച്ച് ഇതൊക്കെ കൊണ്ടെങ്കിൽ നടായിരുന്നു. നമുക്ക് ഫാം ഏരിയ കണ്ടിട്ട് നോക്കാം. ഗൈസ്, ഇതേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഇതങ്ങ് നട്ടു കൊടുക്കാം. ഇനി 6 കൂടെ നടാം. 2 കഴിച്ചേക്കാം. ഒരെണ്ണം വെച്ചേ കയറുന്നുള്ളൂ ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണും എന്തായാലും. അടുത്തതായിട്ട് പിന്നെയും വരും ഞാൻ. ഇതിപ്പം പോയി 6 ഡയമണ്ടൊക്കെ എല്ലാം ഉണ്ടായിരുന്നു, പോയി. ഇതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇനിയും തുടങ്ങാം ഗൈസ്. വില്ലേജേഴ്സിനെയൊക്കെ ഞാൻ പൂട്ടിയിട്ടിട്ടുണ്ട്. ഞായണൊക്കെ ഉണ്ടല്ലോ കയ്യിൽ. നമുക്ക് ഈ വീട്ടിലിരിക്കാം, റിസ്ക് എടുക്കണ്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.